മറ്റു വാർത്തകൾ. തൃശൂർ ഒല്ലൂരിൽ നിന്നും വേളാങ്കണ്ണി തീർത്ഥാടനത്തിന് പോയ സംഘം സഞ്ചരിച്ച ബസ് മറിഞ്ഞ് 4 പേർ മരിച്ചു. നാഗപട്ടണം മാന്നാർകുടി ഒറത്തുനാടിന് സമീപം വളവ് തിരിയുന്നതിനിടെ ബസ് മറിയുകയായിരുന്നു. സ്ഥിരീകരിച്ചത് 2 മരണം എന്ന് മന്ത്രി കെ രാജൻ അറിയിച്ചു. വേളാങ്കണ്ണിയിലേക്ക് ഒല്ലൂരിൽ നിന്ന് തീർത്ഥയാത്രയുമായി ബന്ധപ്പെട്ട് പോയ ഒരു സംഘം ആളുകൾ ഒക്കനാട് കീലയൂർ എന്ന സ്ഥലത്ത് വെച്ച് ഒരു അപകടമുണ്ടായി. വളരെ അടിയന്തരമായി ഞാനും ജില്ലാ കളക്ടറും അവിടുത്തെ ജില്ലാ കളക്ടറായിട്ടുള്ള ശ്രീകാന്തുമായി ഇപ്പോൾ കോൺഫറൻസ് കോളിൽ ബന്ധപ്പെടുകയുണ്ടായി. കാര്യങ്ങൾ വിശദമായി പരിശോധിച്ചു. 2 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. അവരെ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി ഇപ്പോ GH ആശുപത്രിയിലേക്ക്, ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ബാക്കി ഉള്ള ആളുകളിൽ 17 പേർക്കാണ് തഞ്ചാവൂരിലെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകേണ്ട സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുള്ളത്. അവരെ തഞ്ചാവൂരിലെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. മെഡിക്കൽ കോളേജിൽ പ്രവേശിക്കപ്പെട്ട 17 പേർക്കും ആവശ്യമായിട്ടുള്ള എല്ലാ ചികിത്സയും അവിടെ ലഭ്യമായി വരികയാണ്. ഞങ്ങൾ തന്നെ കോൺഫറൻസ് കോളിൽ തഞ്ചാവൂർ മെഡിക്കൽ കോളേജിലെ അസിസ്റ്റന്റ് റെസിഡൻഷ്യൽ പ്രൊഫസറുമായി കോൺടാക്ട് ചെയ്തു. മുഴുവൻ പേരെയും അവർ പരിശോധിച്ചു വരികയാണ്. ഒടുവിൽ ചതവ് തുടങ്ങിയിട്ടുള്ള ചില അപകടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ആളുകൾ അതിയായി ആശങ്കപ്പെടേണ്ട ഒരു പ്രശ്നവുമില്ല. കാരണം അവിടെയുള്ള മുഴുവൻ രോഗികൾക്കും കൊടുക്കാവുന്നതായിട്ടുള്ള എല്ലാ ചികിത്സാ സഹായവും, അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം, അവരുടെ യാത്ര, അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പ്രത്യേകമായ നിർദ്ദേശം തഞ്ചാവൂർ ജില്ലാ കളക്ടർ ശ്രീകാന്തിന് കൊടുത്തിട്ടുണ്ട്. ഏതാനും മിനിറ്റുകൾക്കകം തഞ്ചാവൂർ ജില്ലാ കളക്ടർ തന്നെ നേരിട്ട് സ്ഥലത്തെത്തിച്ചേർന്ന് ആവശ്യമായിട്ടുള്ള നടപടികൾ ചെയ്യും. എല്ലാ 15 മിനിറ്റിലും ഞങ്ങളുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ നൽകാവുന്ന സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. സർക്കാരിനും ജില്ലാ ഭരണകൂടത്തിനും ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചെയ്യും. വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നത് അനീഷ് ആന്റണിയാണ്. അനീഷ്, 4 പേർ മരിച്ചു എന്നുള്ള വാർത്ത വരുന്നു. ഒപ്പം തന്നെ മന്ത്രി സ്ഥിരീകരിക്കുന്നത് 2 പേരുടെ മരണമാണ്. എന്താണ് ഒല്ലൂരിൽ എത്തുന്ന വാർത്ത? ഫിജി, 4 പേർ മരിച്ചു എന്ന് തന്നെയാണ് ഔദ്യോഗികമായി ഒല്ലൂർ പോലീസ് നേരത്തെ തന്നെ സ്ഥിരീകരിച്ചിട്ടുള്ളത്. എന്നാൽ മന്ത്രി കെ രാജൻ പറയുന്നത് ഔദ്യോഗികമായി 2 പേർ മരിച്ചതായാണ് സ്ഥിരീകരിക്കുന്നത്. എന്തായാലും ഇന്ന് പുലർച്ചെ ആയിരുന്നു ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത്. ഒല്ലൂരിൽ നിന്നും വേളാങ്കണ്ണി പള്ളിയിലേക്ക് തീർത്ഥയാത്രയായി പോയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. തമിഴ്നാട്ടിലെ നാഗപട്ടണം മന്നാർക്കുടി ഒക്കനാടിന് സമീപത്ത് വെച്ചായിരുന്നു ഇന്ന് പുലർച്ചെ 5 മണിയോടെ ഇത്തരമൊരു അപകടം ഉണ്ടായത്. ഒരു വളവിൽ വെച്ചായിരുന്നു അപകടം ഉണ്ടായത്. വളവ് തിരിയുന്നതിനിടെ ബസ് താഴ്ന്ന ഒരു ചെറിയ പ്രദേശത്തേക്ക് മറിയുകയായിരുന്നു എന്നാണ് പറയുന്നത്. സംഘം ഒല്ലൂര് പള്ളിക്ക് മുന്നിൽ നിന്ന് ഇന്നലെ രാത്രി 7 മണിക്കാണ് യാത്ര തിരിച്ചത്. ഈ അപകടത്തിൽ ഔദ്യോഗികമായി സ്ഥിരീകരിക്കാത്ത 4 പേർ മരിച്ചു എന്നാണ് വിവരം. ഇതിൽ നെല്ലിക്കുന്ന് സ്വദേശി 55 വയസ്സുള്ള ലില്ലി, അതുപോലെ 8 വയസ്സുള്ള റയാൻ എന്നൊരു കുട്ടി, ഇവരെ കൂടാതെ മറ്റൊരു കുട്ടിയും ഒരു പുരുഷനുമാണ് മരണപ്പെട്ടതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത. ഈ അപകടത്തിൽ മന്ത്രിയുടെ സ്ഥിരീകരണം അനുസരിച്ച് 17 പേർക്ക് ആണ് പരിക്കേറ്റതെന്ന് പറയുന്നു. എന്നാൽ 40-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാത്ത വിവരം. അപകട സമയത്ത് ബസ്സിനുള്ളിൽ 47 യാത്രക്കാർ ഉണ്ടായിരുന്നതായാണ് വിവരം. ഇതുമായി ബന്ധപ്പെട്ട പേരുവിവരങ്ങളടങ്ങിയ പട്ടിക നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ അപകടത്തിന് കാരണമായി പറയുന്നത് ഡ്രൈവർ ഉറങ്ങിപ്പോയതെന്നാണ്. അത്തരത്തിലാണ് ഒരു പ്രാഥമിക നിഗമനത്തിലെത്തിയിട്ടുള്ളത്. എന്തായാലും പരിക്കേറ്റവരെ തഞ്ചാവൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. തഞ്ചാവൂർ കളക്ടറുമായി മന്ത്രി കെ രാജൻ അല്പസമയങ്ങൾക്ക് മുന്നേ സംസാരിച്ചു. ഇതനുസരിച്ചാണ് 2 മരണമെന്ന് മന്ത്രി സ്ഥിരീകരിച്ചത്. ഈ തഞ്ചാവൂർ കളക്ടർ ഉൾപ്പെടെയുള്ള സംഘം അപകട സ്ഥലത്തേക്ക് തിരിച്ചതായി നേരത്തെ തന്നെ മന്ത്രി വ്യക്തമാക്കി. ഒരുപക്ഷെ ഇപ്പോൾ അവർ അവിടെ എത്തിയിട്ടുണ്ടാവാം, മറ്റു കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ടാവും. എന്തായാലും പരിക്കേറ്റവരെ തഞ്ചാവൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവും നിലവിലില്ല എന്നാണ് മന്ത്രി പറയുന്നത്. പരിക്കേറ്റവർക്ക് ഒടിവ്, അതുപോലെ തന്നെ ചതവ് ഉൾപ്പെടെ അത്തരത്തിലുള്ള ഒരു പരിക്ക് മാത്രമാണ് ഉള്ളതെന്നും എന്തായാലും ആശങ്കപ്പെടേണ്ട രീതിയിലുള്ള പരിക്ക് മറ്റാർക്കും തന്നെ ഇല്ല എന്നുമാണ് മന്ത്രിയുടെ ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും മന്ത്രി ഈ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള സംഘങ്ങളുമായി ആശയവിനിമയം നടത്തിയതായും മന്ത്രി പറയുന്നു. എന്തായാലും തഞ്ചാവൂർ കളക്ടറോട് ഓരോ 15 മിനിറ്റ് കൂടുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻസ് മന്ത്രിക്ക് നൽകുവാനായിട്ട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇത് പ്രകാരം മന്ത്രി കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ തന്നെ വ്യക്തമാക്കുമെന്നാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. എന്തായാലും മരിച്ചവരുടെ മറ്റ് 2 പേരുടെ പേര് വിവരങ്ങളൊന്നും തന്നെ ഇതുവരെയും വ്യക്തമായിട്ടില്ല. ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന 2 പേരിൽ ഔദ്യോഗിക സ്ഥിരീകരണവും ഉണ്ടായിട്ടില്ല. ഫിജി.
അതായത് പേര് വിവരങ്ങൾ ആരുടെയും ലഭ്യമായിട്ടില്ല എന്ന് പറയുന്നു. അനീഷ്, ഇവരുടെ അപകടത്തിൽപ്പെട്ടവരുടെയും മരിച്ചവരുടെയും മറ്റും ബന്ധുക്കളോ മറ്റോ നാട്ടുകാരോ ആ ഭാഗത്തേക്ക്, അപകടം നടന്ന സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ടോ? അതിൽ ലില്ലി എന്ന് പറയുന്ന സ്ത്രീയുടെ ബന്ധുക്കൾ അപകടം നടന്ന സ്ഥലത്തേക്ക് തിരിച്ചതായി ഒരു വിവരം ലഭിച്ചിട്ടുണ്ട്. എന്തായാലും മറ്റുള്ളവരുടെ പേരുവിവരങ്ങളൊന്നും തന്നെ സ്ഥിരീകരിക്കാത്തിടത്തോളം ഈ ബന്ധുക്കൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. 2 കുട്ടികളും ഈ പറയുന്ന ലില്ലി അതുപോലെ മറ്റൊരു പുരുഷൻ എന്നിവരാണ് മരിച്ചതെന്നാണ് പറയുന്നത്. 2 പേർ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. അതുപോലെ 2 പേർ ചികിത്സയിലും ആശുപത്രിയിൽ എത്തിയ സമയത്ത് മരിച്ചു എന്നാണ് പറയുന്നത്. ഫിജി, അനീഷ്, ഈ അപകടം നടന്ന ഉടനെ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? അതോ ഏത് സമയത്തായിരുന്നു, രാത്രിയിലോ മറ്റോ ആയിരുന്നോ ഈ ഒരു അപകടം ഉണ്ടായത്? അത്തരത്തിൽ ആശുപത്രി സൗകര്യം പെട്ടെന്ന് ലഭ്യമാക്കാൻ കഴിഞ്ഞിരുന്നോ? ഫിജി, അപകടം നടന്നത് പുലർച്ചെ 5 മണിയോടുകൂടിയാണ് എന്നാണ് പറയുന്നത്. ഈ സംഭവ സമയത്ത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ആളുകളെല്ലാം കൂടിയിട്ടുണ്ട്. ഒരു പിടി ആളുകൾ ഈ ബസ് മറിഞ്ഞതിന് സമീപത്തുണ്ട്. പരിക്കേറ്റവരെ വൈകാതെ തന്നെ ഈ പറയുന്ന തഞ്ചാവൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഒരുപക്ഷെ മരണസംഖ്യ ഈ 4-ൽ നിന്നത്. വൈകിയായിരുന്നെങ്കിൽ ഒരുപക്ഷെ മരണസംഖ്യയുടെ എണ്ണം കൂടിയേക്കാം. എന്തായാലും പരിക്കേറ്റവർക്ക് ഗൗരവമുള്ള പരിക്കുകളല്ല എന്നാണ് മന്ത്രി പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് അത് തന്നെ ഒരു ആശ്വാസകരമായ വാർത്തയാണ്. ഈ യാത്ര തിരിച്ച സംഘം ഓരോ ആഴ്ച തോറും വേളാങ്കണ്ണിയിലേക്കുള്ള തീർത്ഥയാത്ര സംഘടിപ്പിക്കുന്ന ഒരു വ്യക്തിയുടെ വാഹനത്തിലാണ് ഇന്നലെ ഇവർ വൈകിട്ട് 7 മണിക്ക് ഒല്ലൂർ പള്ളിക്ക് മുന്നിൽ നിന്നും പുറപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഈ അപകടത്തിൽപ്പെട്ടവരെല്ലാം തന്നെ ഒല്ലൂർ സ്വദേശികളാണെന്ന് നമുക്ക് കണക്കാക്കാനാവില്ല. ഇപ്പോൾ തന്നെ മരിച്ച ലില്ലി എന്ന് പറയുന്ന സ്ത്രീയുടെ വീട് നെല്ലിക്കുന്നാണ്. ഒല്ലൂരിൽ നിന്നും അല്പം ദൂരം മാറിയാണ്. അപ്പോൾ ഈ പറയുന്ന പ്രദേശത്തിന്റെ പല ഭാഗത്തു നിന്നുള്ളവരും ഒരുപക്ഷെ ഈ യാത്രയിൽ പങ്കുചേർന്നിട്ടുണ്ടാകാം. എന്തായാലും അതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. പേരുവിവരങ്ങൾ പരിക്കേറ്റവരുടെ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരുടെ 47 യാത്രക്കാരുടെ പേരുവിവരങ്ങൾ അടങ്ങിയ പട്ടിക നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ മരിച്ചവർ ആരാണെന്നുള്ള സ്ഥിരീകരണം ഇപ്പോഴും ലഭ്യമായിട്ടില്ല. ഒല്ലൂർ പോലീസും ഇതുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് പോലീസുമായി ബന്ധപ്പെട്ട് വരികയാണ്. തഞ്ചാവൂരിലെ പോലീസുമായി ബന്ധപ്പെട്ട് വരികയാണ്. അവിടുത്തെ സ്പെഷ്യൽ ബ്രാഞ്ചുമായി ബന്ധപ്പെട്ട് വരികയാണ്. ഈ മരിച്ചവരുടെ പേരുവിവരങ്ങൾ സ്ഥിരീകരിക്കുന്നതിനായും പരിക്കേറ്റവരുടെയും മറ്റു പേരുവിവരങ്ങൾ സ്ഥിരീകരിക്കുന്നതിനായും എന്തായാലും വരും മണിക്കൂറുകൾക്കുള്ളിൽ ഇതിൽ എത്ര യാത്രക്കാർക്ക് പരിക്കേറ്റു, ആരുടെയെല്ലാം പരിക്ക് ഗുരുതരമാണ്, ആരൊക്കെ മരിച്ചവരുടെ പേരുവിവരങ്ങൾ, കൃത്യമായ വയസ്സ്, അഡ്രസ്, മറ്റു കാര്യങ്ങളെല്ലാം വൈകാതെ തന്നെ നമുക്ക് ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഫിജി, ശരി അനീഷ്, എന്തായാലും വളരെ ദാരുണമായ ഒരു സംഭവം. തൃശ്ശൂർ ഒല്ലൂരിൽ നിന്നും വേളാങ്കണ്ണി തീർത്ഥാടനത്തിന് പോയ സംഘം സഞ്ചരിച്ച ബസ് മറിഞ്ഞ് 4 പേർ മരിച്ചു. വിശദാംശങ്ങൾ പൂർണ്ണമായും ലഭ്യമായിട്ടില്ല.